മാർച്ച് 27-ാം എമ്പുരാൻ റിലീസായത്. അന്ന് വൈകുന്നേരം ഞാൻ ബിജുവിൻ്റെ കൂടെ തക്കയാട് ഒരു നാടകം കാണുമായിരുന്നു. ഒരു ടെർമിനൽ പ്രണയകഥ എന്ന് പറഞ്ഞ ശ്രീ ലാലിൻ്റെ ഷോർട്ട് സ്റ്റോറി അഡാപ്റ്റ് ചെയ്ത്. അതിൻ്റെ കഥ രണ്ട് വാക്യ കഥ പറയുകയാണെങ്കിൽ, സ്റ്റേജിൽ ഒരു ബസ് ടെർമിനലാണ് കാണിക്കുന്നത്. അതിനകത്ത് പോകുന്ന ഒരു കേരളത്തിൻ്റെ ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന ഒരു പെൺകുട്ടിയും ഒളിച്ചോടി പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാണികൾക്കിടയിൽ നിന്ന് തന്നെ വരുന്ന ആൾക്കൂട്ടം, കാണികൾക്കിടയിൽ ഇരിക്കുകയാണ് ആൾക്കൂട്ടം, ആളുകളും കൊടുവാളും മറ്റും കൊണ്ട് അവർ സ്റ്റേജിൽ കയറി പുരുഷനെ വെട്ടിക്കൊല്ലുകയാണ്. അപ്പം അവർ പറയാതെ അവരുടെ സംഭാഷണം നമുക്ക് മനസ്സിലാവും, അദ്ദേഹം ഒരു മുസ്ലിമാണ്, കൊല്ലപ്പെട്ട വ്യക്തി ഒരു മുസ്ലിമാണ്, പെൺകുട്ടി ഒരു ഹിന്ദുവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം നാടകത്തെ മുഴുവൻ കൂട്ടിച്ചേർക്കുന്നത് ഒരു രണ്ട് കഥാപാത്രങ്ങൾ. സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, അദ്ദേഹവും ഒളിച്ചോടാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒളിച്ചോടാൻ നിൽക്കുന്ന കുട്ടി ഒരു ബസ്സിൽ, അവരെ നമ്മൾ കാണുന്നില്ല, അവർ ബസ്സിൽ വരുന്നതായിട്ട് ഫോണിൽ കൂടി, എന്നിട്ട് ആ പെൺകുട്ടി വന്നിറങ്ങുന്ന സമയത്ത് മറ്റ് കൊലപാതകം നടക്കുകയും ആ ടെർമിനൽ ഒഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം മാത്രം കിടക്കുകയാണ്. അപ്പോൾ അത്രയും നേരം സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന ശ്രീരാമചന്ദ്രൻ സാർ പറഞ്ഞ പോലെ സാമൂഹ്യ നായകൻ എന്ന് നമ്മൾ നടിക്കുന്ന സിദ്ധാർത്ഥ്, ആദ്യം ഓടുന്ന സിദ്ധാർത്ഥാണ് ഈ മരണം നടക്കുമ്പോൾ. ഈ പെൺകുട്ടി വരുമ്പോൾ അവിടെ സിദ്ധാർത്ഥിൻ്റെ ഫോൺ, വളരെ മനോഹരമായ ഒരു സീനാണ്. അതായത് അവർ വളരെ കോൺസ്റ്റൻ്റായിട്ട് ഡയൽ ചെയ്യുമ്പോൾ ആദ്യം ഫോൺ എടുക്കുന്നില്ല, അത് കഴിഞ്ഞ് ഫോൺ എടുക്കുന്നു, പിന്നെ അദ്ദേഹം എന്തൊക്കെ പുലമ്പുന്നു. അദ്ദേഹം വളരെ പേടിച്ചു ശേഷം നമ്മളെല്ലാവരെയും എപ്പോഴും ഞെട്ടിക്കുന്ന നമ്മുടെ പുതിയ മോഡേൺ സിവിലൈസേഷൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ ലൈഫിൻ്റെ ഏറ്റവും നമ്മളുടെ ഫൈനാലിറ്റി ആയിട്ടുള്ള ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു ഫോൺ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന സെൽഫോണിൽ ആ ശബ്ദത്തോടുകൂടി അയാളെ കട്ട് ചെയ്യാണ് ആ പെൺകുട്ടിയെ. അപ്പോൾ ആ ശബ്ദത്തോടുകൂടി ആ നാടകം അവസാനിക്കുക. വളരെ അതിമനോഹരമായ ആ നാടകം കണ്ട ശേഷം പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ എമ്പുരാനെ കുറിച്ചുള്ള ഈ വിവാദങ്ങൾ വരുന്നത്. അപ്പോൾ ശരിക്കും ആ നാടകത്തിൻ്റെ അവസാന നിമിഷം ഈ സിദ്ധാർത്ഥ് എന്താണോ ചെയ്തത് അത് തന്നെയാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ നമ്മൾ പലപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്ന പലരും, രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ചെയ്തത്. അന്ന് ചെയ്തത് കാര്യം മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. എന്നാൽ മാർച്ച് 17-ാം തീയതി രാവിലെ ഇതേ വിഷയം ഗോത്രയെക്കുറിച്ച് എന്ത് സംഭവിച്ചു എന്ന വിഷയം ശരിക്കും അത് രണ്ടാമതിന് റിവൈവ് ചെയ്തത് നമുക്കെല്ലാം അറിയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മാർച്ച് 17 എന്ന് പറഞ്ഞ ഒരു തിങ്കളാഴ്ച, മാർച്ച് 16-ാം തീയതി അദ്ദേഹം ലെക്സ് ഫ്രീഡ്മൻ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റർക്ക് വേണ്ടി ഏകദേശം 3 മണിക്കൂർ ഇൻ്റർവ്യൂ കൊടുത്തതിൽ വളരെ ദീർഘമായി അദ്ദേഹം ഗോത്രയെക്കുറിച്ചും ഗുജറാത്ത് കലാപം എന്ന് പറയാൻ പാടില്ല, ഗുജറാത്ത് നരഹത്യയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ട്, പിറ്റേ ദിവസം ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയ ഏതെങ്കിലും ഒരു പത്രം ഈ കാര്യം ഹൈലൈറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് വേണ്ടത് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് എനിക്ക് തോന്നുന്നു ജയറാം രമേശ് ഒരു ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഉടനെ ട്വീറ്റ് ചെയ്യും. പലർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയാറുമുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി 10 ദിവസം നരേന്ദ്രമോദി എന്താണ് അതിനകത്ത് പറഞ്ഞത്? അദ്ദേഹം വളരെ വ്യക്തമായി ഈ ഗുജറാത്തിൽ നടന്ന കാര്യങ്ങളെ റാഷണലൈസ് ചെയ്യായിരുന്നു. അദ്ദേഹം ഈ ലെക്സ് ഫ്രീഡം കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കണം, ഈ ഗോധ്രയും ഗുജറാത്തും നടക്കുമ്പോൾ മറ്റ് പല സംഭവങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ച പാർലമെന്റ് അറ്റാക്ക്, കശ്മീരിൽ നടന്ന അറ്റാക്ക്, 9/11, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഈ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഇതെല്ലാം പറയാതെ പറഞ്ഞത് അദ്ദേഹം റാഷണലൈസ് ചെയ്യണം. അതായത് ഗുജറാത്ത് പോലൊരു നരഹത്യയെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രി സംസാരിക്കുകയാണ് ചെയ്തത്. ന്യായീകരിച്ചു തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചില്ല. പക്ഷെ അല്ലാതെ പിന്നെ എന്തിനാണ് പറയുന്നത്? ഇത്രയും കാര്യങ്ങൾ ഉള്ള ഒരു സംഭവത്തിലാണ് അങ്ങനെ നടന്നത്. പിന്നീട് നമ്മൾ ഒരിക്കലും കാണാത്ത നരേന്ദ്രമോദിയുടെ മുഖമാനകത്തുണ്ട്. അദ്ദേഹം സ്വയം പറയുന്നുണ്ട്, എനിക്കൊട്ടും പരിചയമില്ല, ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു, ഞാൻ 3 ദിവസമായുള്ളൂ തിരഞ്ഞെടുപ്പിട്ടിട്ട്, 6 മാസമായുള്ളൂ ഭരണത്തിൽ വന്നിട്ട്. അതായത് ഈ 56 ഇഞ്ചുള്ള എത്രയോ ഇഞ്ചുള്ളത്, എത്രയോ ശക്തനായ, എത്രയോ മഹാത്മാമാരെ പഠിപ്പിച്ചൊരുക്കി RSS ശാഖയിൽ നിന്ന് വന്ന നിസ്സഹായന ഒരു മനുഷ്യൻ്റെ രോദനമായതിനകത്തുണ്ട്. ഇതൊന്നും ഇത് ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് 23 വർഷം മുമ്പ് നടന്ന ഒരു നരഹത്യയെക്കുറിച്ച് ഇങ്ങനെ റാഷണലൈസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു റിപ്പിൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ചലനം പോലും സമൂഹത്തിൽ ഉണ്ടാകാതിരുത്ത ഒരു ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. അങ്ങനെയല്ല. ഈ 17-ാം തീയതി 16-ാം തീയതി രാത്രിയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. 3 മണിക്കൂർ സംഭാഷണം. 17-ാം തീയതി രാവിലെ ഈ കേരളത്തിൽ ചില വെബ്സൈറ്റുകളുണ്ട്, അദ്ദേഹം എന്തോ നരേന്ദ്രമോദി 3 മണിക്കൂർ ഇടപെടാതെ സംസാരിച്ച് സൂപ്പർമാൻ്റെ അദ്ദേഹത്തിൻ്റെ നേട്ടം കാണിച്ചു എന്നുള്ള കവറേജ് അല്ലാതെ മറ്റുള്ള മിക്കവാറും എല്ലാം മുഖ്യധാര പത്രങ്ങളും മാധ്യമങ്ങളും മറ്റുള്ളവരും കോൺസെൻട്രേറ്റ് ചെയ്ത് നരേന്ദ്രമോദി തൻ്റെ സുഹൃത്ത് ട്രംപിനെ കുറിച്ച് എന്ത് മനോഹരമായി സംസാരിച്ചു എന്നുള്ളതാണ് എല്ലാ പത്രങ്ങളുടെയും മെയിൻ വാർത്ത. അതിനകത്ത് ആരും അവർ ഈ കാര്യം
ഈ ഗോദ്രയെക്കുറിച്ച് വളരെ ഹൈലൈറ്റ് കേട്ടില്ല. ഇന്ത്യൻ എക്സ്പ്രസ് മാത്രം അത് ഉൾപേജിൽ ഗോദ്രയെക്കുറിച്ച് സംസാരിച്ചു എനിക്ക് തോന്നുന്നു. ഓൺലൈൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ നവമാധ്യമങ്ങൾ അവരിതിനെക്കുറിച്ച് വളരെ ചർച്ച, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലുള്ളവർ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നമുക്ക് ഇവിടെ കേരളത്തിലെ നവമാധ്യമങ്ങൾ വേറെ പല കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യാനുള്ളത് പലപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 17-ാം തീയതി തൊട്ട് 27-ാം തീയതി വരെ പൊളിറ്റിക്കൽ സ്പേസ് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസും നമ്മുടെ സിവിൽ സൊസൈറ്റിയും വെക്കേറ്റ് ചെയ്തു. ആ ഒരു സ്പേസിലാണ് 27-ാം തീയതി. അപ്പോൾ അതിന് പകരം ഞാൻ ആലോചിക്കുകയാണ്, നമുക്ക് ആലോചിച്ച് നോക്കും, 17-ാം തീയതി ഇങ്ങനെ ഒരു ചർച്ച നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഇതൊരു ചർച്ചാ വിഷയമായിരുന്നെങ്കിൽ എമ്പുരാനിൽ പറയുന്ന കാര്യം ഒരു ചർച്ചാ വിഷയം കൊണ്ട് ആവശ്യമില്ല. കാരണം ഈ 10 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് ആർക്കും ധൈര്യം ഉണ്ടായില്ലെന്ന അവസ്ഥ. അങ്ങനെ അതൊരു ചർച്ചാ വിഷയമായിരുന്നെങ്കിൽ എമ്പുരാനുള്ള സിനിമയ്ക്ക് ഒരു പ്രസക്തി വരുന്നില്ല. അത് നേരത്തെ പറഞ്ഞാൽ വെറും ഒരു കച്ചവട സിനിമ, ഒരു സ്റ്റണ്ട് സിനിമ, 2-3 കുറച്ച് പേർക്ക് കാശുണ്ടാക്കാൻ. മോഹൻലാൽ എന്നും വളരെ എന്താ പറയുന്നത്, പിന്തിരിപ്പൻ അല്ലെങ്കിൽ റിഗ്രസീവ് ഐഡിയാസ് കൊണ്ടുള്ള ഒരു സ്റ്റാറായ ആളും അതുകൊണ്ട് മാത്രം പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ഒരാൾ, സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് മാപ്പ് പറഞ്ഞു നോക്കി, അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇത് വെച്ചു ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന എൻ്റെ സ്വദേശിയാണ് മോഹൻലാൽ, ചെങ്ങളൂർക്കാരനാണ് ഞാൻ. പൃഥ്വിരാജും അതെ, ഗോപിയും കരവന, ഞങ്ങളെല്ലാം ഒരേ ഏരിയയിലുള്ളവരാണ്. പക്ഷേ പറയേണ്ട കാര്യം പറയണമല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞത്, ഈ 17-ാം തീയതി തൊട്ട് 27-ാം തീയതിയിലുള്ള 10 ദിവസത്തെ വാക്യൂം എന്ന് പറയുന്നത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നതാണ്. ഈ വാക്യൂം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ബ്ലെയിം ചെയ്ത് നീ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, മറ്റവൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ അന്ന് വേണ്ട രീതിയിൽ അന്ന് സംഭാഷണമായിരുന്നു, അന്ന് ചർച്ചയാക്കിയിരുന്നെങ്കിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ ഓഫീസുകളിൽ, നമ്മുടെ യൂണിയൻ ഇതിൽ ഇത് ചർച്ചയാക്കിയിരുന്നെങ്കിൽ ഈ എമ്പുരാനൊരു പ്രസക്തി ഉണ്ടാവേണ്ട ആവശ്യമില്ലത്. കാര്യം ഒരു പ്രധാനമന്ത്രിക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റും. ഇത്രയും പേരെ കൊന്നൊടുക്കിയ ഒരു സംഭവത്തെ അദ്ദേഹം എന്ത് ലാഘവത്തോടെയാണ് പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹത്തിനെ കുറിച്ച് ഇതിനു മുമ്പ് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, റോയിട്ടറിനുള്ളൊരു ന്യൂസ് ഏജൻസിലെ ഇൻ്റർവ്യൂ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, ഒരു പട്ടിക്കുട്ടി മരിച്ചാൽ പോലും എൻ്റെ മനസ്സിൽ വിഷമമുണ്ടാകുന്നത്. ഇതെല്ലാം വീണ്ടും ചർച്ച ചെയ്യേണ്ട സംഭവങ്ങളാണ്. മാർച്ച് 17-ാം തീയതി രാവിലത്തെ പത്രങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, നമ്മുടെ സിവിൽ സൊസൈറ്റി ചെയ്യേണ്ടിയിരുന്നത്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിരുന്നത്. എനിക്കറിയില്ല അങ്ങനെ എന്നെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു വലിയൊരു വീഴ്ചയാണ് നമ്മുടെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ സാറ് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അറിവിനടുത്തോളം നമ്മുടെ ചെറുപ്പക്കാർ ഇത് വളരെയധികം സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ആർക്കും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. വൈ ഷുഡ് ദേ സ്റ്റേ ഹിയർ? എന്തിനാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു രാജ്യത്ത്, ഇങ്ങനെ ഒരു ദേശത്ത് ജീവിക്കണം? എന്തെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ട്രംപിൻ്റെ അടി കൊണ്ട്, ട്രംപിൽ ചങ്ങല കിട്ടിപ്പോയാലും കുഴപ്പമില്ല, ഇവിടെ ജീവിക്കുന്നതായിട്ട് നല്ലത്. ഈ പറയുന്ന തന്തവൈഭവരും അമ്മമാരും അത് ഇത് ചെയ്യുക. ഇന്ന് രാവിലത്തെ കേരളത്തിലെ 2 പ്രധാന പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഇന്നത്തെ പരിപാടിയിൽ ഈ പരിപാടി നിങ്ങൾ എവിടെയെങ്കിലും കാണുവാനകത്ത് ഉള്ള 3 ഏതോ ഒരു യൂണിയൻ 3 മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 16, 17 നമ്മൾ കേട്ടിട്ടില്ലാത്ത പല ക്ഷേത്രങ്ങളുടെയും ഭദ്രകാളി, ഇത് അവിടുത്തെ എന്തോ ഒരു പൂജ, മറ്റേ പൂജ, ഈ പൂജ, ആ പൂജ. ഇതാണ് ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ എന്തുകൊണ്ട് എൻ്റെ മകനോ എൻ്റെ മകളോ എൻ്റെ ചെറുമകളോ ജീവിക്കണം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 70 60 നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. കാര്യം അവർക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ. ഇന്ന് ജോലി ഇല്ലായിരിക്കും, പൈസ ഇല്ലായിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് സാമ്പത്തികമായ അല്ല സാമൂഹികമായിട്ടുള്ള കൾച്ചറൽ ഇൻഡിപെൻഡൻസോ കൾച്ചറൽ ഫ്രീഡം എന്ന സംഭവം നമുക്കില്ല. പറയാൻ പറ്റുമോ നമുക്ക് വാട്ട് ക്യാൻ വി അഷ്യൂർ അവർ നെക്സ്റ്റ് ജനറേഷൻ? ഈ കടിച്ച പൊട്ടത്ത് കുറേ പേരും കുറേ ഫ്രഞ്ച് പേരുകളും മറ്റു കാര്യങ്ങളും സിനിമാക്കാരുടെ പേരുകളും പറയാമെന്നല്ലാതെ നമുക്ക് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാം? ഇഷ്ടപ്പെട്ട ആളോട് സംസാരിക്കാൻ പറ്റില്ല. അത് നമുക്ക് മതം നോക്കണം, സർനെയിം നോക്കണം, ജാതി നോക്കണം. ഇത് നടക്കുന്നത് ഇപ്പോഴാണ്. ജാതി നോക്കാതെ, റിലിജൻ നോക്കാതെ നമുക്ക് ഇന്ന് ഒരാളെ പ്രേമിക്കാൻ പറ്റുമോ? നമ്മുടെ അടുത്ത വീട്ടിലെ അയൽക്കാരൻ ആരാണ്, നമുക്ക് ആദ്യം ജാതി നോക്കണം. ആ വീട്ടിലോട്ട് കയറി പോകണമെങ്കിൽ സമയം നോക്കണം. അവൻ പ്രാർത്ഥിക്കുന്ന സമയമാണോ അല്ലെങ്കിൽ അവൻ പൂജ ചെയ്യുന്ന സമയമാണോ, ഇത് നോക്കണം. പഠിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള സിനിമ എങ്ങനെ കാണാൻ പറ്റുന്നില്ല. കാര്യം ഈ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടത്, പൃഥ്വിരാജിനെ ജോർദാനിൽ വെച്ച് ബ്രെയിൻ വാഷ് ചെയ്യുന്നു. ഇത്രയും വിഡ്ഢിത്തം പറയുന്ന ഒരു മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്ന സൊസൈറ്റിയിൽ ലജ്ജയില്ല നമ്മുടെ മക്കൾക്ക് നമുക്ക് വളർത്താനായിട്ട്? അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ പൊളിറ്റിക്കൽ സ്പേസ് വളരെയധികം. മുഖ്യമന്ത്രി പോയി സിനിമ കണ്ടു എന്നുള്ള വളരെ നല്ല കാര്യം. DYFI ഇന്നിപ്പം പഴയ മാർക്കറ്റിൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഇതെല്ലാം വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും റിയാക്ട് ചെയ്യാണ് ചെയ്തത്. അതല്ല വേണ്ടത്. നമ്മൾ കാര്യങ്ങൾ കണ്ടുടനെ വളരെ പ്രോ ആക്റ്റീവായിട്ട് നമ്മൾ നിൽക്കാണ്ട്, നമ്മളത് ഞാൻ ഉദ്ദേശിക്കുന്നത് സിവിൽ സൊസൈറ്റി, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ കടമയാണത്. കാര്യം ഈ 75 വർഷം നമ്മൾ കൊടുത്ത വോട്ട് കൊണ്ട് അവർ സുഖമായി ഭരിച്ചുകൂടെ? ഇനി നമ്മൾ ദേ ഷുഡ് പ്രൊട്ടക്ട് അസ്.
നമ്മൾ കൊടുത്ത പ്രീമിയമാണ്. ഈ കഴിഞ്ഞ 6, 7, 8 ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് പ്രീമിയമാണ്. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത്. അതവർ നിശബ്ദരാക്കി വരുന്നത് ചെയ്യുന്നില്ല. ഇത് മാത്രം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ ശ്യാംകുമാർ സാറ് കൂഴ്ത്തറ വെച്ച് അദ്ദേഹത്തിന് നേരിട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അതും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം, അത് നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ വന്നതാണ്. എന്നെ കേട്ടുന്നതിന് വളരെ നന്ദി. നമസ്കാരം.